ചെറിയ ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ടൊമാറ്റോ, ഇഞ്ചി, പൊട്ടറ്റോ ഇത് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത്. സവാള ഒരു 2 ഒരു ടൊമാറ്റോ, ഒരു പൊട്ടറ്റോ, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ടത് കറിവേപ്പിലയും കൂടിയാണ്. ആദ്യം കടുക് വറക്കണം. ഇതെല്ലാം കടുക് പൊട്ടിച്ച ശേഷം ഈ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ ഇതിലെല്ലാത്തിലും ആ ഉപ്പ് അങ്ങ് പിടിക്കും. ഈ വീഡിയോ ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചില്ലായിരുന്നു, പക്ഷേ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ അപ്പോഴാണ് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ച് അടുപ്പത്ത് വെക്കാൻ സമയത്താണ് ഒന്ന് തോന്നിയത്. എന്നാൽ ഇതൊന്ന് വീഡിയോ എടുക്കാൻ വന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിച്ച് കരിയും. ഈ പൊട്ടറ്റോ ഉള്ളതുകൊണ്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എണ്ണ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ലതായിട്ട് മൂത്ത് വരും, നല്ല ബ്രൗൺ കളറാവണം. ഇപ്പോൾ ഏകദേശം കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്, എന്നാലും ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവണം. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ സാധാരണ എണ്ണ അധികം ഉപയോഗിക്കാറില്ലല്ലോ, ഫാറ്റ് ആയതുകൊണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇത് നേരത്തെ ഈ വേവുന്ന കൂട്ടത്തിൽ തന്നെ ഉപ്പ് ഇട്ടാൽ ഇതിലെല്ലാത്തിലും ഉപ്പ് നന്നായി പിടിച്ചു വരും. ഉപ്പ് 2-3 തവണ ഇട്ടായിരുന്നു, അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കണ്ട, നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരും. മീൻസ് കരിയാതെ ഇങ്ങനെ നല്ല മൂത്ത് വരും. കുറച്ച് എണ്ണ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും പൊട്ടറ്റോയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി. ഇനി അടുത്ത് കുറച്ച് ഗരം മസാല. അത് നമുക്ക് ഏതാണോ, ഇപ്പോൾ ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ചേർക്കണമെങ്കിൽ അതാവാം. ഇത് ഞാൻ ചേർത്തിരിക്കുന്നത് നോർമൽ സാധാരണ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. അതും ഒരു 1/4 സ്പൂൺ മതി. ഇത് കുറച്ച് ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് 1/4 സ്പൂൺ മതി. നന്നായിട്ട് ഈ പൊടികളെല്ലാം ഇതിലൊന്ന് മൂത്ത് ഒന്ന് ഫ്രൈ ആയി ഇതിൽ പിടിക്കും. നന്നായിട്ട് ഇതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് കറിവേപ്പില എപ്പോഴും ചേർക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഉടച്ചിട്ട് കൊടുത്താൽ നല്ല മണവും അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഏത് ആഹാരം ഉണ്ടാക്കുമ്പോഴായാലും ശരി, അതിൽ കറിവേപ്പില ഒന്ന് ഉടച്ചിട്ട് കൊടുത്താൽ അത് നന്നായിട്ട് അതിൻ്റെ മണവും അതിൻ്റെ ഗുണവും എല്ലാം ടേസ്റ്റിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലും ടേസ്റ്റും നമുക്ക് കറിവേപ്പില ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും. നന്നായിട്ട് മുറിക്കുക. ഇനി നമ്മൾ ചേർക്കാനുള്ളത്, നമ്മൾ നേരത്തെ തന്നെ ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്ത് കുറച്ച് എണ്ണയിൽ അതൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടാവും. നന്നായി വറുത്ത് ഇങ്ങനെ വെച്ചാൽ അത് നമുക്ക് ഒരുപാട് തവണ ഉപയോഗിക്കാൻ പറ്റും, സൂക്ഷിച്ച് വെച്ചിട്ട്. അപ്പം അങ്ങനെ ഡ്രൈ ആക്കി വറുത്ത് വെച്ചേക്കുന്ന ഉണക്ക ചെമ്മീനാണിത്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ, പേരൊന്നും ഇട്ടിട്ടില്ല, ഉണക്ക ചെമ്മീൻ ഒരു പുതിയ കറി. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് ആ ചെമ്മീനിൽ ഇതെല്ലാം ഒന്ന് പിടിക്കണം. നന്നായിട്ടൊന്ന് ചൂടാക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇതിനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് ചൂട് സാമ്പാറും ഇതുകൂടെ കുഴച്ച് തട്ടിയാൽ മതി.